إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും സൃഷ്ടാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റു ഇബാദത്തുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിനികളെ, വിശുദ്ധ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനരാത്രങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നന്മകളിൽ മത്സരിക്കാനും
തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാനും തന്റെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനും ഈ ദിനങ്ങളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. റമദാനിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്ന ആവേശവും ഉന്മേഷവും ഊർജവുമൊക്കെ ഈ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. പല പള്ളികളിലും 2, 3, 4 ഒക്കെ സൊഫുണ്ടായിരുന്ന ജമാഅത്ത് നമസ്കാരത്തിന്റെ സൊഫുകൾ 1ലേക്കും 2ലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ദിവസേന ഓരോ ജുസ് പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി ആളുകൾക്ക് ആ ഖുർആൻ ഒന്ന് എടുത്തു നോക്കാനുള്ള സമയമില്ലാതെയായി. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരം അത് ഉറക്കത്തേക്കാൾ ഉത്തമമാണെന്ന് വിളിയാളം കേൾക്കുമ്പോൾ അത്താഴം കഴിഞ്ഞ് പള്ളിയിലേക്ക് പോയ ആളുകൾ സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. ഹയ്യ അലൽ സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരുവിൻ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ എന്ന് വിളിച്ചു പറയുമ്പോ തന്റെ കച്ചവടം അവസാനിപ്പിച്ച് കടയടച്ച് പള്ളിയിലേക്ക് വന്ന ആളുകൾ കച്ചവട തിരക്ക് കാരണം ഇപ്പൊ ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്നു. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. കാരണം പല ആളുകളും ആദ്യ 10 ദിവസങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് എല്ലാവിധ ഇബാദത്തുകളിലും സജീവമായി അവസാനം ഒരു മടി വരുന്ന ഒരു അവസ്ഥ പലരിലും കാണാറുണ്ട്. പ്രത്യേകിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ അവസാനത്തെ 10 പെരുന്നാളൊക്കെയാണ് കടന്നു വരുന്നത്, ഈ സമയത്ത് ഷോപ്പ് അടച്ചിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ 10 ദിവസത്തെ പാട് അവഗണിക്കുന്ന ആളുകളെ ഒരുപാടുണ്ട്. നമുക്ക് അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസിക്ക് അലസത പാടില്ല, അവന് മടി വരാൻ പാടില്ല, ആരാധനയിൽ താല്പര്യക്കുറവ് വരാൻ പാടില്ല. മറിച്ച് നന്മകളിൽ കഠിന പരിശ്രമം നടത്തേണ്ട വളരെ വിലപ്പെട്ട സമയമാണ് സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹു നൽകിയത്. ഇനി ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് ഒരിക്കലും എനിക്കും നിങ്ങൾക്കും പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ് ഓരോരുത്തരുടെയും ആയുസ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന, അല്ലയോ നിങ്ങൾ അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിക്കുകയും ധൃതി കാണിക്കുകയും. ആകാശഭൂമികളോളം വിശാലമുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾക്ക് മത്സരിക്കാനുള്ള സമയമായിട്ടുണ്ട്. മരണം അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആയുസ് വളരെ വളരെ കുറവാണ്. മാത്രമല്ല ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ എല്ലാവിധ നന്മകളിലും മത്സരിക്കേണ്ട സമയമാണ്. നോക്കൂ, നന്മകളിലേക്ക് മത്സരിക്കാൻ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിന പരിശ്രമം നടത്തിയ ദിനങ്ങളായിരുന്നു റമദാനിലെ അവസാനത്തെ 10 ദിവസം എന്നുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത അത്രയും കഠിന പരിശ്രമം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ നടത്തിയിരുന്നു. നോക്കൂ നിങ്ങൾ, 360 ദിവസം ഒരു വർഷം നമുക്കുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിൽ പ്രവാചകൻ സജീവമായിരുന്നത്
കൂടുതൽ കഠിന പരിശ്രമം നടത്തിയത് ഈ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. എന്നാൽ നമ്മളോ നേരെ വിപരീതമാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് ഡ്രസ്സ് വാങ്ങണം, അതുപോലെ തന്നെ മറ്റുള്ള തിരക്കുകളിലൊക്കെ പെട്ട് ഇബാദത്തുകളിൽ കൂടുതൽ താല്പര്യം കാണിക്കാത്ത ഒരു വസ്തു നമുക്കുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഒന്നുകൂടെ നമ്മൾ പുതുക്കേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 കടന്നു വന്നാൽ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു, പ്രവാചകൻ തന്റെ അരയുടുപ്പ് മുറുക്കിയെടുക്കുകയും ആ രാത്രിയെ സജീവമാക്കുകയും തന്റെ കുടുംബക്കാരെ എഴുന്നേൽപ്പിക്കുകയും പ്രവാചകൻ ചെയ്യുമായിരുന്നു. അരയുടുപ്പ് മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരിൽ നിന്ന് മാറിയിരുന്ന് പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരുന്ന് ആരാധനകളിൽ ഉന്മേഷം കാണിച്ചിരുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ നിർജീവമായി കിടക്കുന്ന രാത്രിയെ സജീവമാക്കും. കിടന്നുറങ്ങിയിട്ടാണോ? അല്ല, വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, നമസ്കാരങ്ങളിലൂടെ, അതുപോലെ തന്നെ ദിക്റിലൂടെ, ദുആയിലൂടെ പ്രവാചകൻ രാത്രികളെ സജീവമാക്കുമായിരുന്നു. മാത്രമല്ല തന്റെ കുടുംബക്കാരെ പ്രവാചകൻ എണീപ്പിച്ചിരുന്നു. ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ നഫ്സിനെ മാത്രമല്ല നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടത്, മറിച്ച് നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. നിങ്ങൾ മാത്രമല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, നിന്റെ ഭാര്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നിന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ മക്കളും നിങ്ങളുടെ ജ്യേഷ്ഠനും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയുമോ, വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. നരകത്തിലെ തീ എന്ന് പറയുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ് ഇന്ധനം. അത് റസൂലിനെ അറിഞ്ഞതുകൊണ്ടാണ് തന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തിയത്. മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, മരുമകൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അവര് കിടക്കുന്ന റൂമിൽ പോയിട്ട് സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് വാതിൽ മുട്ടി അസ്സലാത്ത്, നമസ്കാരത്തിന്റെ സമയമായി എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രക്ഷിതാക്കൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്? നമ്മുടെ മരുമകനെന്ന് വീട്ടിലേക്ക് നിൽക്കാൻ വന്ന ദിവസം നമ്മൾ എത്ര പേര് വിളിച്ചുണർത്തിയിട്ടുണ്ട്? നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് വാ, സമയമായിട്ടുണ്ട് എന്ന് നമ്മളിൽ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം സ്വർഗത്തിൽ വന്നാ മതി, പോയാ മതി, അവൻ കിടന്നുറങ്ങിക്കോട്ടെ, അവൻ അവന്റെ കാര്യം നോക്കിക്കോട്ടെ. അല്ല, തന്റെ കുടുംബത്തെ പറ്റി കൃത്യമായി അള്ളാഹു നിങ്ങളോട് ചോദിക്കും. ആ മകനെ പറ്റി, മകളെ പറ്റി, ഭാര്യയെ പറ്റി, ഭർത്താവിനെ പറ്റി, ഉമ്മയെ പറ്റി, ബാപ്പയെ പറ്റി എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ടാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെയും നിങ്ങളുടെ നഫ്സിനെയും നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ അവസാനത്തെ 10 അരയിടുപ്പ് മുറുക്കിയെടുക്കുകയും രാത്രിയെ സജീവമാക്കുകയും അതുപോലെ തന്നെ കുടുംബക്കാരെ ഉണർത്തുകയും ചെയ്തത്. ആ മാതൃക നമ്മളും സ്വീകരിക്കണമെന്ന ആകെ ചുരുക്കം. ഇനി മാത്രമല്ല, ഇത്രയും ഇബാദത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാനുള്ള കാരണമെന്താ? മറ്റുള്ള ദിവസങ്ങളെക്കാൾ കഠിന പരിശ്രമം നടത്താനുള്ള കാരണമെന്തെന്നറിയുമോ? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ.
വിസ്മയമായ അത്ഭുതങ്ങളുടെ കലവറയായ ഒരുപാട് ആളുകളുടെ ജീവിതത്തിന് പരിവർത്തനം സൃഷ്ടിച്ച ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ എന്നെന്നും നിലനിൽക്കുന്ന ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു തെറ്റുപോലും കണ്ടെത്താൻ സാധിക്കാത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതീർണമായ മാസമാണ് സഹോദരങ്ങളെ വിശുദ്ധ റമദാൻ. ആ അവതീർണമായ ദിവസം അവസാനത്തെ 10-ലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അത്രയും ഇബാദത്തുകളിൽ സജീവമാകാനുള്ള കാരണം ആ ലൈലത്തുൽ ഖദർ എന്ന രാവ് തന്നെയാണ്. അവസാനത്തെ 10-ന് പ്രവാചകൻ ഇത്രയും പ്രാധാന്യം നൽകാനുള്ള കാരണം. അത് വിശദീകരിക്കാൻ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയില്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും വിശുദ്ധ ഖുർആനിനെ നാം ആ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതീർണമാക്കിയിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ നിർണയത്തിന്റെ രാത്രി എന്താണെന്ന് റസൂലേ താങ്കൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തന്റെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി മലായികത്തുകൾ ഇറങ്ങുന്ന രാത്രിയാണ്. സലാമുൻ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെ അവർക്ക് സമാധാനമായിരിക്കും. ആ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഗ്രന്ഥം അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കിയ മാസം ആ ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യം ലൗഹുൽ മഹ്ഫൂദിലേക്ക് അവതീർണമായി. പിന്നെ അവിടെ നിന്ന് 1-ാം ആകാശത്തിലേക്കുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചു. പിന്നെ 23 വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹുവിന്റെ റസൂലിനെ ആ ഖുർആൻ പരിപൂർണമായി അവതരിക്കുകയാണ്. അതിനാദ്യ ഘട്ടം വിശുദ്ധ റമദാനിലാണ്. നോക്കൂ, 1000 മാസം എന്ന് പറയുമ്പോ 83 വർഷം അമല് ചെയ്തവനെ പോലെയാണ്. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സദഖ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദിക്ർ ഈ രാവുമായി ബന്ധപ്പെട്ടു വന്നാൽ, ഈ രാവിൽ ആരെങ്കിലും ഇത്രയും ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ 83 വർഷം ഇബാദത്ത് ചെയ്തവനെ പോലെയാണ്. ചിലപ്പോൾ ഒരാൾക്ക് അല്ലാഹു 50 വയസ്സാണെങ്കിലോ കൊടുക്കുന്നത്. ഇതുപോലത്തെ റമദാനുകളിൽ ഈ അവസരം കിട്ടിയാൽ അദ്ദേഹം ജീവിക്കാത്ത അത്രയും വർഷം അമൽ ചെയ്തവനെ പോലെയാണ്. നിസാരമാക്കി കാണാൻ പാടില്ല. എന്നാൽ ആ ദിവസം ഏതെന്ന് ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്നത് എന്താ? 27-ാം രാവിന് മാത്രം പ്രത്യേകത കൽപ്പിക്കുക, സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നു. ഇത്ര എണ്ണം ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലി വലിയ സദസ്സ് സംഘടിപ്പിച്ച് 27-ാം രാവിനാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുത്തി തീർക്കുന്ന ആളുകൾ ഒരിക്കലും ഹദീസുകളിൽ കാണാൻ സാധ്യമല്ല. ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് പറയാൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽപ്പെട്ട 2 ആളുകൾ ഒരു വഴിയിൽ വെച്ച് ശണ്ട കൂടുകയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടായി തർക്കം കൂടുകയാണ്. അങ്ങനെ പ്രവാചകൻ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഖറജ്തു ലിയുഖ്ബിറകും, ആ ഖുർആൻ ഇറങ്ങിയ രാത്രി എന്നാണെന്ന് അല്ലാഹു എന്നെ അറിയിച്ചിരുന്നു. അത് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വരുന്ന സമയത്ത് 2 ആളുകൾ തമ്മിൽ തർക്കം കൂടിയപ്പോ അത് സുൽഹ് ചെയ്തു, ഞാൻ തർക്കം തീർത്തു. ഞാൻ അതിനുശേഷം ആ അറിവ് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ. ആ ഡേറ്റ് കൃത്യമായി റസൂൽ പറഞ്ഞില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ ഫിൽ വിത്ർ. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. 21, 23, 25, 27, 29. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇൽതമിസൂഹാ ഫിൽ ഖാമിസതി വസ്സാബിഅതി വത്താസിഅ. 21, 23 പറയാതെ 25, 27, 29 ഒന്നുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൽപ്പിച്ചു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത്രയെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങൾ കടന്നു വരുമ്പോ ഈ ആദ്യ 10ലും നടുവിലെ 10ലും നമ്മൾ ഇബാദത്ത് ചെയ്ത പോലെയല്ല ചെയ്യേണ്ടത്. അതിനേക്കാൾ ഇരട്ടിയായി ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നന്മകളിൽ പരസ്പരം മുന്നേറാൻ, നന്മകളിൽ പരസ്പരം മത്സരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫീഹാ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് പറയേണ്ടത് റസൂലേ? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. വളരെ വിശാലമായ അർത്ഥമുള്ള ചെറിയ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അവസാനത്തെ 10 ദിവസങ്ങളിൽ നാം അധികരിപ്പിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, തീർച്ചയായും നീ, അഫുവൻ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, പാപമോചനത്തെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ റബ്ബേ, അതുകൊണ്ട് ഫഅഫു അന്നീ, ഞാൻ പാപിയാണ്, ഒരുപാട് പാപപ്പിഴവുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയുന്ന പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കണം. ആദ്യ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റമളാൻ വന്നിട്ട് തന്റെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയാതെ പശ്ചാത്തപിക്കാതെ ഒരു റമളാൻ കഴിഞ്ഞു പോയാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകമുണ്ടാകട്ടെ, നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അവസാനത്തെ 10 ദിനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ദുനിയാവികമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കുകയും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വീട്ടിലേക്ക് പോകുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇഅ്തികാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ 10 പരിപൂർണമായി ജോലിയുണ്ട്, പ്രയാസങ്ങളുണ്ട് എങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ, മറ്റുള്ള സമയങ്ങളിൽ നിങ്ങൾ പള്ളിയിൽ വന്ന് ഭജനമിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചതാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാ. മരണം വരെ റസൂല് അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു, പ്രവാചകന്റെ ഭാര്യമാരും, സ്ത്രീകൾക്കും ഇഅ്തികാഫിരിക്കാം, പ്രവാചകന്റെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നു. സഹോദരങ്ങളെ, ആ ഒരു ഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റയിട്ട ആ രാവുകളിലെങ്കിലും നിങ്ങൾ പള്ളിയിൽ വന്ന് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾക്ക് റബ്ബിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അത് നിങ്ങൾക്കും റബ്ബിനും ഇടയിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഏറ്റവും നല്ല മുനാജാത്തായിരിക്കും, ഏറ്റവും നല്ല സംഭാഷണമായിരിക്കും. അവിടെ കരയാൻ നമ്മൾ കൊണ്ട് സാധ്യമാകണം. ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ പേരിൽ, ആർക്കെങ്കിലും പ്രയാസമുണ്ടായതിന്റെ പേരിൽ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയാം?
ഐനാനി ലാ തമസ്സഹുമൻ നാർ, രണ്ട് നരകം നാളെ, രണ്ട് കണ്ണ് നാളെ നരകം സ്പർശിക്കുകയില്ല. അതിലൊന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണാണ്. രണ്ട് ഐനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കാവലിരുന്ന കണ്ണാണ്. രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതുപോലെ തന്നെ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് കാവലിരുന്ന കണ്ണും ഒരിക്കലും നാളെ നരകം സ്പർശിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട്. നമ്മളിന്ന് പുറത്തേക്കിറങ്ങിയാൽ ചൂട് കഠിനമായതുകൊണ്ട് യാത്ര ചെയ്യാൻ വരെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി യാത്ര ചെയ്യാണ് നമ്മൾ ബൈക്കിലോ നടന്നുകൊണ്ടോ, ആ സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ മറവോ ഒരു മരത്തിന്റെ തണലോ നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയും, ആശ്വാസമായിരിക്കും. എന്നാൽ നാളെ പരലോകത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു ലോകത്ത് നമ്മുടെ തൊട്ടു മുന്നിൽ തൊട്ടുമുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ഓരോ ആളുകളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചും വിയർത്തു കുളിക്കും. ചില ആളുകൾ നിര്യാണി വരെ, ചിലർ മുട്ടുഭാഗം വരെ, ചിലർ മുഴുവനായി ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വിയർത്തു കുളിക്കുമ്പോ അല്ലാഹു 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കും. അതിൽ ഒരു വിഭാഗം റജുലുൻ ദക്കറല്ലാഹു ഗാലിയൻ ഫഫാദത് ഐനാഹു, ഒറ്റക്കിരുന്ന് റബ്ബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രതിഫലാർഹമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മുടെ ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. സമയം എന്ന് പറയുന്ന അനുഗ്രഹം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഒരിക്കലും അല്ലാഹു നമുക്കത് തിരിച്ചു തരികയില്ല. അതുകൊണ്ട് ഇനിയുള്ള റമദാനിലെ ബാക്കി ദിവസങ്ങൾ വലിയ അവസരമായി കണ്ട് നന്മയിൽ നാം മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇബാദത്തുകളിൽ സജീവമാകാനുള്ള ആയുസ്സും ആരോഗ്യവും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്നും പരീക്ഷണമാണെന്നും ആ സമ്പത്ത് നമ്മൾ എങ്ങനെ സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നും ആ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ ഇസ്ലാം 2 മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് സദഖയാണ്, 2 സക്കാത്താണ്. ഈ വിഷയങ്ങളും സദഖയുടെ പ്രാധാന്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ള 2ാമത്തെ മാർഗം സക്കാത്താണ്. അത് രണ്ടും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. സക്കാത്ത് സദഖ നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ പണമാണ്. പക്ഷെ സക്കാത്ത് നമ്മുടെ അക്കൗണ്ടിലാണെങ്കിലും അത് നമ്മുടെ പണമല്ല, അത് അന്യന്റെ പണമാണ്. അത് നൽകാതെ ഭക്ഷിക്കുന്നവൻ വളരെ മോശമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട്, എത്ര പേര് മരുന്നില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, എത്ര ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഓരോ ആളുകളും അവർക്ക് നിസാബെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ സക്കാത്ത്, പണത്തിന്റെ സക്കാത്ത്, അവരുടെ സ്വർണത്തിന്റെ സക്കാത്ത്, കൃഷിയുടെ സക്കാത്ത്, കന്നുകാലികളുടെ സക്കാത്ത്, വിഭവങ്ങളുടെ സക്കാത്ത്, ഇതെല്ലാം കൃത്യമായി അവർ നൽകുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇന്ന് ലോകത്ത് പട്ടിണി ഉണ്ടാവില്ല. ആരും മരുന്നില്ലാതെ പ്രയാസപ്പെടൂല, ആരും വീടില്ലാതെ കഷ്ടപ്പെടുകയില്ല. പക്ഷേ അത് നൽകാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. അത് നൽകിയിട്ടില്ല എങ്കിൽ അവന് ശിക്ഷയുണ്ട്, നൽകാത്ത സമൂഹത്തിനും ശിക്ഷയുണ്ട്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ചില ആളുകൾ പറഞ്ഞു, പണത്തിന് സക്കാത്ത് വേണ്ട.
സകാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ല ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്ത് വസ്സകാത്ത്, നമസ്കാരത്തിനും സകാത്തിനും ഇടയിൽ വേർതിരിവ് കാണിച്ചവരുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും, യുദ്ധം ചെയ്യും. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം 5 കാര്യങ്ങളിൽ മേൽ സ്ഥാപിതമാണ്. നമുക്കറിയാം, 1 ഷഹാദത്താണ്, 2 നമസ്കാരം, 3 സകാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. ഇതിൽ നമ്മൾ നമസ്കരിക്കും, നോമ്പ് അനുഷ്ഠിക്കും, ഷഹാദത്തും ഓക്കെയാണ്. പക്ഷെ നമ്മുടെ പണം ചെലവാക്കുന്ന വിഷയം സകാത്തും ഹജ്ജും അതിൽ പല ആളുകൾക്കും മടിയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അത് നിർബന്ധമാണ്. ഈ 5 കാര്യങ്ങൾ നിർബന്ധമാണ്. പണമുള്ളവൻ ഹജ്ജ് ചെയ്യാതിരിക്കുന്നുണ്ട്. എത്രയോ കോടീശ്വരന്മാര് ഹജ്ജിനെ പോലും പറ്റി ചിന്തിക്കാത്തവർ. ഇനി പണമുണ്ട്, സകാത്ത് കൃത്യമായി നിർവഹിക്കുന്നില്ല, അവൻ നമസ്കരിക്കുന്നുണ്ടാവും. ആ നമസ്കാരവും സകാത്തിനുമിടയിൽ വേർതിരിവ് കാണിക്കുകയാണെങ്കിൽ അവനുമായി യുദ്ധം ചെയ്യും. ഒരുപാട് പണമുള്ള ഒരു തമീം ഗോത്രത്തിലെ ഒരു മനുഷ്യൻ പ്രവാചകനോട് പറയാണ്, ഒരുപാട് സമ്പത്തുണ്ട് റസൂൽ, എന്താ ഞാൻ ചെയ്യേണ്ടത്? തഖ്റുജു സകാത്ത്, നീ സകാത്ത് കൊടുക്കണം. ഫഇന്നഹാ തുതഹിറുക, അത് നിന്നെ സംരക്ഷിക്കും, അത് നിന്റെ സമ്പത്തിൽ വളർച്ചയുണ്ടാക്കും, നിന്നെ ശുദ്ധീകരിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന് പറഞ്ഞു കൊടുക്കുക. എത്ര ആളുകൾ സഹോദരങ്ങൾ, 595 ഗ്രാം വെള്ളിയുടെ സമാനമായ തുക നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമ്മൾ സകാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് 1 ഗ്രാമിന് 112, 595 × 112 ഏകദേശം 66,000 രൂപ ഉണ്ടാവും. എന്താണ് റസൂൽ സകാത്ത് കൊടുക്കേണ്ടത്? മിച്ചമുള്ളത്. കഴിഞ്ഞ റമദാനിൽ, അവസാനത്തെ 10 റമദാനിലൊക്കെ നിങ്ങൾ സകാത്ത് നിർവഹിച്ച ആളാണെങ്കിൽ ഈ റമദാൻ വരുമ്പോ നിങ്ങളുടെ ചെലവുകൾ കഴിഞ്ഞ് മിച്ചമുള്ള സംഖ്യ എത്രയാണോ, ഈ 66-ന് മുകളിൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും കോടികൾ ഉണ്ടെങ്കിലും അതിന്റെ 2.5% നിങ്ങൾ സകാത്ത് കൊടുത്തിരിക്കണം. അത് പിടിച്ചു വെച്ചാൽ ഭയാനകമായ ശിക്ഷയുണ്ട്. 10 പവൻ സ്വർണമുണ്ടെങ്കിൽ അതിന് സകാത്ത് കൊടുക്കണം. നോക്കൂ, സകാത്ത് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഹദീസുണ്ട് പ്രവാചകൻ, മൻ ആതാഹു അല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി അതിന്റെ സകാത്ത് നിർവഹിച്ചില്ല, مثل له يوم القيامة شجاعا نقرأ له زبيبتان يطوقه يوم القيامة ثم يأخذ بشدقيه ويقول أنا مالك وكنزك. ഈ ധനമെല്ലാം സഹോദരങ്ങളെ സർപ്പമായി രൂപപ്പെടും. അതിന്റെ തേറ്റകൾ കൊണ്ട് കഴുത്തിൽ കടിച്ചുകൊണ്ട് നാളെ നമ്മളോട് പറയും, ഞാൻ നിന്റെ സമ്പത്താണ്, നീ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ നിധിയാണ്. എന്നിട്ട് പ്രവാചകൻ ഒരു ആയത്ത് ഓതി, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് സകാത്ത് നിർവഹിക്കാത്ത ആളുകൾ വിചാരിക്കണ്ട, ഹുവ ഖൈറുൽ ലഹും, അതവർക്ക് ഖൈറാണെന്ന്, ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് മോശമാണ്, തിന്മയാണെന്ന ഖുർആൻ പറയുന്നത്. മാത്രമല്ല വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട്, വലാ യുൻഫിഖൂന ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ അതിന്റെ സകാത്ത് കൊടുത്തില്ല, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്കും വേദനാജനകമായ ശിക്ഷയുണ്ട്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, നരകാഗ്നിയിൽ വെച്ച് അവയെല്ലാം ചുട്ടുപഴിപ്പിക്കപ്പെടുകയും എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും അല്ലാഹു ചൂടുവെക്കപ്പെടും. എത്ര സഹോദരിമാരുണ്ട്! 10 പവന് മാത്രമേ ഇന്ന് ആളുകൾ കയ്യിലുള്ളൂ. എത്ര പവന് കയ്യിലുണ്ടായിട്ട് സകാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടെന്നറിയോ? അതൊന്നും ഇപ്പൊ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാണ്. വ്യക്തികൾക്ക് മാത്രമല്ല ശിക്ഷ, ഒരു സമൂഹത്തിനുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതെങ്കിലും ഒരു സമൂഹം സകാത്തിനെ തടഞ്ഞു വെച്ചു, ഇല്ല ബിത്തിലാഹും ബിസ്സിനീൻ, അല്ലാഹു വരൾച്ച കൊണ്ട് പരീക്ഷിക്കും.
മറ്റൊരു ഹദീസിൽ കാണാം വലം യംനഉ സകാത അംവാലിഹിം, പണത്തിന്റെ സകാത്ത്, സമ്പത്തിന്റെ സകാത്ത് ആര് കൊടുത്തിട്ടില്ലയോ ഇല്ലാ മുനിഉ വൽ ഖത്ര മിനസ് സമാ, ആകാശത്തിൽ നിന്ന് അല്ലാഹു മഴതുള്ളികളെ തടഞ്ഞു വെക്കും. വലൗലൽ ബഹായിമു ലം യുംതിറു, കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിറ്റു മഴ പോലും അല്ലാഹു കൊടുക്കില്ലായിരുന്നു. അവരുള്ളത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അവരെ സംരക്ഷിക്കാൻ ഉറപ്പ് കൊടുക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടല്ല. ആ സകാത്ത് കൃത്യമായി നമ്മൾ നൽകേണ്ടതുണ്ട്. അതിന് പലരും തെരഞ്ഞെടുക്കുന്നത് വിശുദ്ധ റമദാൻ ഏറ്റവും പ്രതിഫലാർഹമായ ദിവസങ്ങളാണെന്ന് വിചാരിച്ച് റമദാനിൽ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മുടെ സമ്പത്ത്, ആ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന രണ്ട് മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നത് സദഖയാണ്, സകാത്താണ്. അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നോമ്പും അതുപോലെ തന്നെ ഖുർആനും ശുപാർശ പറയുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ നമ്മിൽ കൂട്ടത്തിൽ അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم ادخلنا الجنة، اللهم اجرنا واجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد.